ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡസ്ക്രിപ്റ്റോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീലിയത്തിനെ കുറിച്ചാണ്. ഹീലിയം മൈനറിൻ്റെ അൺബോക്സിങ് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം. അത് പാർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാവുക. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. കാരണം അത് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഒറ്റ വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ വളരെ ലെങ്ത് ആയി പോകും. 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ഒക്കെ ആയി പോകും. അപ്പോൾ പാർട്ടായിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹീലിയം ഡിവൈസിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരും. പിന്നെ അതുകൂടാതെ എന്താണ് ഹീലിയം എന്നുള്ളത് കാണിച്ചു തരും. പിന്നെ ഈ ഹീലിയം എക്സ്പ്ലോറർ നമുക്കൊന്ന് നോക്കി നോക്കാം. അതുകൂടാതെ ബൈബിറ്റിൻ്റെ WSOTയുടെ ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഞാൻ ഓൾറെഡി ട്രേഡ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഏകദേശം 13-14 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോസ്റ്റ്ചെയിൻ്റെ ഒരു അപ്ഡേറ്റ് തരാവുന്നതാണ്. ഹീലിയം എന്ന് പറയുന്നത് ഒരു Web3 ബേസ്ഡ് പ്രൊജക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു Web3 ബേസ്ഡ് പ്രൊജക്റ്റ് ആണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. EPNS ആണ്, എത്തേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ്. പുഷ് എന്നാണ് ടോക്കണിൻ്റെ ടിക്കർ. ഓൾറെഡി ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡ് ആണ് ഈ ഒരു പ്രൊജക്റ്റ്. EPNS എന്ന് പറയുന്നത് എത്തേറിയം ബേസ്ഡ് DeFi പ്രോട്ടോകോൾസിനും അതേപോലെ തന്നെ Web3 ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിനും വേണ്ടി നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ബ്രൗസർ ബേസ്ഡ് പ്ലഗിൻസും അവൈലബിൾ ആണ് നോട്ടിഫിക്കേഷൻ തരാനായിട്ട്. ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡും ആണ്. പിന്നെ അതുകൂടാതെ ഇവരെല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് DeFi പ്രോട്ടോകോൾസ് അതേപോലെ തന്നെ എത്തേറിയം ബേസ്ഡ് പ്രൊജക്ട്സ് ഒക്കെ ആയിട്ട് നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇവർക്ക് ഓൾറെഡി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് EPNSൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതേപോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ EPNSൻ്റെ പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 36 സെൻസിനാണ് ഇപ്പോൾ കറന്റ് EPNS ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ WSOTയിൽ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് നോക്കി നോക്കാം. നമ്മുടെ സ്ക്വാഡിൻ്റെ റാങ്ക് 286 17 പേരോളം ഉണ്ട്. ഇപ്പോൾ -30 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 608% പ്രോഫിറ്റ് എടുത്ത ഫെൻഡർ എന്ന ഒരാൾ ആഡ് ആയിട്ടുണ്ട്. വേറെ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ മെമ്പേഴ്സ് തികയാത്തതുകൊണ്ട് ആഡ് ആയതാവാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ചെറിയ എമൗണ്ട്സ് വെച്ചിട്ട് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ കറൻ്റ് 3 ട്രേഡ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ലെവറേജിൽ. എല്ലാം മൈനസിലാണ്, ലോസിലാണ്. ഇപ്പോൾ ഇത് ചെറിയ എമൗണ്ട്സിനാണ് എടുത്തേക്കുണ്ട്. $14, $14, $15, $10. ഇപ്പോൾ ഇത് $1.5 നഷ്ടത്തിലാണ്. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റും ഉള്ള ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതാണ് ട്രേഡ്സ്. ഈ പോസ്റ്റ്ചെയിൻ്റെ അപ്ഡേറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 92% മേലെ ഇവരെ ടോക്കൺസ് ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ദിവസവും 12 മണിക്കൂറും കൂടുതൽ എൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർ പങ്കെടുക്കാത്ത ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 92% കഴിഞ്ഞു, 2 ദിവസം കൂടിയേ ഉള്ളൂ. ഈ ഒരു ICO റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 40 സെൻസിനാണ് ഈ ടോക്കൺസ് കിട്ടുക. ഇപ്പോൾ കറൻ്റ് 20 സെൻസിനാണ്. ഈ സോളാന ഇതൊക്കെ വളരെ ചെറിയ റേറ്റിലാണ് പോയത്. അവിടുന്ന് $200 ഓൾ ടൈം ഹൈ, $200 മേലെയാണ് ഓൾ ടൈം ഹൈ പോയത്. അപ്പോൾ സൊളാന പോലെയൊക്കെ വായി വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഈ ഒരു പോസ്റ്റ്ചെയിൻ ഹോൾഡേഴ്സിന് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടും. ഇതൊരു $200 ഒക്കെ അടിക്കുകയാണെങ്കിൽ 20 സെൻസ് മേടിച്ചാൽ നമുക്ക് $2 10x, $20 100x, $200 1000x ഒക്കെ വരെ പോകാം. പക്ഷേ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഏതായാലും ഇട്ടിട്ടുണ്ട്, ആ എമൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ ബൈബിറ്റ് എന്താണ്, ബൈബിറ്റിൻ്റെ WSOT എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിറ്റിലും കോപ്പി ട്രേഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഈ ഒരു ഡെറിവേറ്റീവ് സെക്ഷനിൽ പോയി കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ട്രേഡും ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഒരു ജസ്റ്റ് ഒരു $14 ഇട്ടിട്ട് ട്രേഡിന് കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്ഥിതി എന്നുള്ളത് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഹീലിയം നോക്കി നോക്കാം. ഹീലിയത്തിൻ്റെ ടോക്കണിൻ്റെ ടിക്കർ HNT എന്നാണ്. ഇപ്പോൾ കറൻ്റ് $10-11 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഏകദേശം $55 ഓൾ ടൈം ഹൈ 7 മാസം മുന്നേ. ഇതൊരു Web3 ബേസ്ഡ് പ്രോജക്റ്റ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ കറൻ്റിലുള്ള വൈഫൈ പോലെ തന്നെയാണ്. ഒരു വൈഫൈ ഡിവൈസ് പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ IoT ഡിവൈസസിന് വേണ്ടിയിട്ടുള്ളതാണ്. IoT ഡിവൈസസ് എന്ന് പറയുന്നത് കൊച്ചു ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ എയർ ടാഗ്, പേഴ്സിൽ വയ്ക്കുന്ന ടാഗ്, അവിടെ വാച്ചസ്, സ്മാർട്ട് വാച്ചസ്, ഇതൊക്കെ സ്മോൾ IoT ഡിവൈസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റയൊക്കെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ എനേബിൾ ആക്കുന്നതാണ് ഈ ഹീലിയത്തിൻ്റെ റൗട്ടേഴ്സ്. അപ്പോൾ ആ ഒരു ഡിവൈസ് നമ്മുടെ വീട്ടിൽ വെക്കണതിന് നമ്മളൊരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാണ് അവർക്കുള്ളത്. അതൊക്കെ ഞാൻ ഇവരുടെ ഹീലിയം എക്സ്പ്ലോറിൽ പോയിട്ട് കാണിച്ചു തരാം, അവരുടെ കവറേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ. ഇത് ഏകദേശം 200 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അവരുടെ ഹീലിയം എക്സ്പ്ലോറിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഡിവൈസിൻ്റെ റേഞ്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് അവർ തരുന്ന റിവാർഡ്സ് ആണ് ഈ HNT ടോക്കൺ എന്ന് പറയുന്നത്. സാധാരണ മൈനിങ് ഡിവൈസസ് പോലെ ഹെവി പവറൊന്നും വേണ്ട. സാധാരണ ഒരു വൈഫൈ റൂട്ടർ പോലത്തെ ഒരു സാധനമാണ്. അതിനൊരു ആൻറ്റിനയുണ്ട്. അത് വെച്ചിട്ടാണ് ആ ഒരു ഡാറ്റയൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതിനുള്ള റിവാർഡ്സും കിട്ടും. നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള കവറേജ് ഉണ്ടോ അത്രത്തോളം ടോക്കൺസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ HNTനെ കുറിച്ച് തനി ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ.
ഇപ്പോൾ ഹീലിയം എക്സ്പ്ലോർ എടുത്ത് കഴിഞ്ഞാൽ explore.helium.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇതുവരെ 8,74,000 ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. അതായത് 8,74,000 ഡിവൈസസ് പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 43,000 ഡിവൈസസ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു ഡിവൈസ് വാങ്ങണം. അപ്പോൾ ആ ഡിവൈസ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വെബ്സൈറ്റിലാണ്, BGC5 ടെക്നോളജീസ്. അപ്പോൾ ഈ ഒരു ഡിവൈസാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ ആൻറ്റിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 50,000 രൂപ അടുത്ത് വരെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡിന് വേണ്ടിയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങൾക്ക് അതും ചേർത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ഡിവൈസ് വാങ്ങിയിട്ട് വെറുതെ വെച്ചുകൊണ്ട് ഒരു യൂസും ഇല്ല. നമ്മുടെ അടുത്ത് അവരുടെ നെറ്റ്വർക്ക് വേണമെങ്കിൽ മാത്രമേ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂറോപ്പ്, അമേരിക്ക ഒക്കെ നല്ല രീതിയിൽ ഡിവൈസസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയൊക്കെ അവൈലബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുറേയുള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ, ബാംഗ്ലൂരിലുണ്ട്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കുറേ ഉണ്ട്. ഇത് കൊച്ചി ആയിരിക്കണം. അതെ, കൊച്ചി. ഇത് നമ്മുടെ മലപ്പുറം ഭാഗമായിരിക്കും, അല്ല ഗുരുവായൂർ, തൃശ്ശൂർ ഭാഗമാണ്. പാലക്കാട്, ഇത് നമ്മുടെ കോയമ്പത്തൂരായിരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ട് കാണുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, അതേപോലെ തന്നെ ഹൈദരാബാദുണ്ട് ഇഷ്ടംപോലെ ഡിവൈസസ്, മുംബൈയിലുണ്ട് ഇഷ്ടംപോലെ ഡിവൈസസ്. അതായത് കുറച്ച് സ്മാർട്ട് ഡിവൈസസ് നല്ല യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. അതേപോലെ തന്നെ നമുക്ക് ഏർണിങ്സും കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു ഡിവൈസസുകൾ കുറേ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഏർണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരും ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഇത്രയും ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ബൊമ്മനഹള്ളി എന്ന് പറഞ്ഞ ഭാഗത്താണ് എൻ്റെ വീട്. ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെക്സഗൺ കംപ്ലീറ്റ് ആവും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അടുത്തടുത്തുള്ള കണക്ഷൻസ് ഒക്കെ കിട്ടും. എൻ്റെ എക്സ്ട്രാ ആൻറ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കവറേജും കിട്ടുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഓരോ ഹോട്ട്സ്പോട്ട്സിൽ എത്ര ഡിവൈസസ് ഉണ്ട്, എത്രയാണ് അവർ ലാസ്റ്റ് 30 ഡേയ്സിലെ ഏർണിങ്സ് ഒക്കെ നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ 2 ഡിവൈസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 കാണിക്കുന്നത്. ഇവിടെ 3 ഡിവൈസ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. അതിൽ 3 ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 3 ഡിവൈസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഇയാൾ ഉണ്ടാക്കിയത് 5.44 HNT ആണ്. കഴിഞ്ഞ 30 ദിവസത്തിലുണ്ടാക്കിയത് 5 മാസം മുമ്പ് അയാൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അയാൾ എത്ര HNT ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണ് ട്രാൻസ്മിഷൻ സ്കെയിൽ കണ്ട, അയാളുടെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആൻറ്റിനാണ്. അപ്പോൾ ഇയാളുടെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ റിസീവിങ് മൈനിങ് റിവാർഡ്സ് എന്തൊക്കെയാണ്, എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, റിവാർഡ്സ് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഓരോ ഇത്ര മണിക്കൂർ കൂടുമ്പോൾ എത്ര ദിവസം എത്ര കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഓരോരുത്തരുടെ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് എൻ്റെ സ്ഥലം അവിടെ പോയി ബൊമ്മനഹള്ളി. ഇപ്പോൾ കറക്റ്റ് ഈ ഒരു ഇവിടെ ഒരു ഹെക്സഗൺ എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ്സ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സെൻറ്ററിൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇയാൾക്ക് 6.7 HNT ആണ് കഴിഞ്ഞ 30 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്പോട്ടിലാവും വെച്ചിട്ടുണ്ടാവുക. അധികം IoT ഡിവൈസസ് ഒക്കെ ഉള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഡിവൈസസ് ഞാനും നോക്കിയിട്ടില്ല. ആൻറ്റിനെയും ഇതും ഓർഡർ ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ആൻറ്റിന എന്നുള്ളതും നോക്കിയിട്ടില്ല. അപ്പോൾ 3 ബോക്സിലായിട്ടാണ്, 3 വെവ്വേറെ പാർസലിലുമായിട്ടാണ് ഈ ഒരു മൈനർ വന്നേക്കുന്നത്. ഇത് മൈനർ, പിന്നെ ഇത് വേറെ എന്തോ ഒരു ഇത് വെക്കാനുള്ള ബോക്സ്, പിന്നെ ഇതിൻ്റെ ഒരു ആൻറ്റിന. ഇങ്ങനെ 3 ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഏതായാലും ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് കണ്ടൻസ് നോക്കി നോക്കാം. ഇത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്ത് ആവാറായി. ഞങ്ങൾക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ബോക്സിൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ആപ്പിൻ്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ വൈഫൈ പോലത്തെ ഒരു റൂട്ടർ പോലത്തെ ഒരു ഡിവൈസ് ആയിരിക്കും. അതായത് ചെറിയൊരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. റൗട്ടറിന് വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇത് അലുമിനിയം കേസിങ് ആണെന്ന് തോന്നുന്നു. ഇത് അതിൻ്റെ അഡാപ്റ്റർ, പിന്നെ ഇതിൻ്റെ ഇൻബിൽഡായിട്ട് വരുന്ന ആൻറ്റിന. ഈ ഒരു ആൻറ്റിന വെച്ചിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ റേഞ്ച് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്റ്റേണൽ ആൻറ്റിന മേടിച്ചത്. ആൻറ്റിന ഇവിടെയാണ് കുത്തേണ്ടതെന്ന് തോന്നുന്നത്. പിന്നെ ചാർജ്, പിന്നെ ഇത് ഈത്തർനെറ്റ് പോർട്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിലുള്ളത്. രണ്ടാമത് വന്ന ബോക്സിൽ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു റൗട്ടർ പുറത്ത് സ്ഥാപിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും. ഇതേപോലെ തന്നെ ഇത് പുറത്ത് സ്ഥാപിക്കാനുള്ളതായിരിക്കും ബോക്സ്. അപ്പോൾ ഇതൊക്കെ യൂസ് നമുക്ക് ഇത് ഇൻസ്റ്റാളേഷൻ്റെ സമയത്തായിരിക്കും. ഇത് ഞാൻ മാറ്റിയിരിക്കുകയാണ്. 3 പാർസലായിട്ടാണ് വരിക. അടുത്തത് ഇത് ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ നട്ടും ബോൾട്ടാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഓക്കെ. ഇത് നോർമലൊരു കമ്പി പോലത്തതായിരിക്കും. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പോള് മാത്രമാണ് ഇതിലുള്ളത്. ആൻറ്റിന പോലെ തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു സാധനം BCG5 ബ്രാൻഡിങ് ഒക്കെ ഉള്ളത്. ഇതൊരു ആൻറ്റിനയാണ്, പോള് മാത്രമല്ല. അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ആയിരിക്കും ഇത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്
മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസും നട്ടുകളാണ് കൂടുതലും പോൾ മൗണ്ട് ചെയ്യാനുള്ളതൊക്കെ. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഇനി രണ്ടാമതൊരു ഭാഗമായിട്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. കാരണം ഞാനിത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഞാൻ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, 4th ഫ്ലോറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഏറ്റവും 4th ഫ്ലോറിൻ്റെ മുകളിലാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.